ആണ് ഈ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ടു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറുണ്ട്, സെക്രട്ടറി ഉണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. അവരുടെ ഇടപെടൽ ഇദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ആ സാക്ഷികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് ഇന്ന് കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന, ബന്ധമുണ്ടായിരുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ സാക്ഷികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രേഖകൾ ബന്ദോബസ്തിലെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഇതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടും പ്രതികളെ കൃത്യമായി ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഇത്രയും പ്രമുഖനായ ഒരാളെ ഈ കേസിൽ പ്രതി ചേർക്കുന്നതിന് ഉള്ള ഒരു ധൈര്യം പോലീസിനുണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം വസ്തുതകൾ ഇവിടെയുണ്ട്. ഇവർ പല സ്ഥലങ്ങളിലും കണ്ടു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ തൃശ്ശൂരാണ് തെളിവെടുപ്പ് നടക്കുന്നത്. തൃശ്ശൂരിൽ ഒരു കാരവൻ്റെ പുറകിലിരുന്ന് ഒന്നാം പ്രതിയും ഇദ്ദേഹവും തമ്മിൽ ഈ കാര്യത്തിന് ഗൂഢാലോചന നടത്തിയെന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരം തെളിവുകൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാകുന്നത് ഏതൊക്കെ 3 ദിവസം ചോദിച്ചു, 2 ദിവസം മതിയോ? മതിയാവില്ല. ഒരു കാരണവശാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 ദിവസമേ ചോദിച്ചിട്ട് തന്നെയുള്ളൂ. ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായി കാരവന്റെ പിന്നിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ കണ്ടു. ശരി, കണ്ടിട്ടുണ്ടാകാം. പക്ഷെ എന്ത് സംസാരിച്ചു എന്നത് പ്രധാനമാണ്. അതാണിന്ന് ദിലീപിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ചോദിക്കുന്നത്. സംസാരിച്ചു എന്ന് പറയുന്നു. എന്ത് സംസാരിച്ചു എന്ന് ഇവിടെ തെളിവ് എന്ന നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന്. അല്ല, അത് ഈ ഘട്ടത്തിൽ പിന്നെ പ്രതിഭാഗത്തിന് ഉന്നയിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടക്കുന്നതെന്നും ഇദ്ദേഹത്തെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കുകയാണെന്നും പിന്നെ കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിഭാഗം അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒന്നാം പ്രതിയെ അറിയുക തന്നെ ഇല്ല എന്ന് പോലീസ് മുമ്പാകെ മൊഴി കൊടുക്കുകയും ആവർത്തിച്ച് പറയുകയും ചെയ്ത ഇദ്ദേഹം എന്തിന് ഒന്നാം പ്രതിയുമായിട്ട് വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സംസാരിക്കണം, കൂടിക്കാഴ്ചകൾ നടത്തണം? ആ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. അറിയാമായിരുന്നു, എനിക്ക് പരിചയമുണ്ട്, മുൻപ് വളരെ കാലമായിട്ട് അറിയാം, ഞങ്ങളിടയ്ക്ക് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ഈ അസ്വാഭാവികത ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പരസ്പര പരിചയമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പല സ്ഥലങ്ങളിലും വെച്ചും ഇവർ കണ്ടുമുട്ടി എന്നുള്ള വസ്തുത വളരെ നിർണായകമാണ് ഈ കേസിൽ. അതങ്ങനെ നിഷേധിച്ചാൽ പോകുന്ന ഒരു കാര്യമല്ല. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ പി സി ജോർജ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അതിപ്പോൾ ഒരുപക്ഷെ ഈ രമൺ ശ്രീവാസ്തവയെ സംബന്ധിച്ച് നീതീകരിക്കാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ കേട്ടില്ല നമ്പിനാരായണനെ വെച്ച് ന്യായീകരിക്കാവുന്നതാകാം. പക്ഷേ ഈ കാര്യത്തിൽ ഈ കേസ് ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് സമർത്ഥിക്കാൻ ശ്രീ പി സി ജോർജിനായിട്ടുണ്ടോ? പി സി ജോർജിന് ഈ പോലീസ് ശരിയായ രീതിയിലല്ല അന്വേഷിക്കുന്നത് എന്ന് സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത മാത്രമാണ്, മതിയായ വാദഗതികളില്ല. അല്ല, പഴയ കാര്യങ്ങൾ പലതും പി സി ജോർജ് പറഞ്ഞത് ശരിയാണ്. അന്നത്തെ ഈ കേസല്ല, പല കേസുകളിലും ഇതുപോലെ വലിയ കൊട്ടിഘോഷിച്ചിട്ട് പിന്നീട് അത് ഷൂ ആയിട്ട് മല പോലെ വന്ന് എലി പോലെ പോകുന്നത് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ശ്രീ ദിലീപിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ഒരു ഘട്ടത്തിൽ പോലീസ് ഇതിൻ്റെ അന്വേഷണമൊക്കെ നിർത്തിയതാണ്. പോലീസ് അന്വേഷണമൊക്കെ നിർത്തി സുനിയിലേക്ക് മാത്രം ഒതുക്കി അതിൻ്റെ കുറ്റപത്രവും കൊടുത്തത് കേസാണിത്. അതിനകത്ത് മുഖ്യമന്ത്രിയും അത് സാക്ഷ്യപ്പെടുത്തി മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഒരു വ്യക്തിയുടെ ബുദ്ധിയിലുണ്ടായ ഒരു ഏർപ്പാടാണിത്, മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. ആ ഒഴിവാക്കിയതിനൊക്കെ പിന്നിൽ സിനിമാ രംഗത്ത്, പ്രത്യേകിച്ച് ഈ സിനിമയിലെ അമ്മ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയവൽക്കരണമുണ്ട്. അമ്മയും അതിൻ്റെ ഭാരവാഹികളെയെല്ലാം ഈ പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം വെച്ച് അനുഭവിക്കുകയും അവരാണ് രാഷ്ട്രീയത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ ഒരുപാട് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു താല്പര്യം കൂടെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് വിശ്വാസം. അതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇങ്ങനൊരു നിലപാട് ആദ്യ ദിവസങ്ങളിൽ തന്നെ എടുത്ത് ഈ ഒരു കാരണം അന്ന് ദിലീപിനെതിരായിട്ട് ഓൺലൈൻ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്നിരുന്ന സമയത്ത് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കാനാണെന്ന് അദ്ദേഹം ശ്രമിച്ചത്. ഒരു പരിധിവരെയും അതിനുശേഷം ആ അന്വേഷണം അങ്ങ് നിന്നു പോവുകയും ചെയ്തു. ഈ ദിനേന്ദ്ര കശ്യപ് എന്നൊക്കെ പറയുന്ന നേരത്തെ മാറിപ്പോയ പിന്നെ DGP പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചെങ്കിലും പിന്നെ അദ്ദേഹം അതിനകത്ത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് പിന്നീട് അധികം ഇടപെടുന്നില്ല. പിന്നെ സന്ധ്യ നമ്മുടെ എറണാകുളത്തെ റൂറൽ SP ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിനകത്ത് ഈ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിട്ടുള്ളത്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇതിനകത്ത് ദിലീപിന് ബന്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തെളിവുകൾ കൃത്യമായിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യിക്കേണ്ടത് ഇനി പോലീസിൻ്റെ കാര്യമാണ്. കാരണം ഇത് തേച്ചു മാച്ച് കളയാൻ ശ്രമിച്ച ഒരു കേസ്. ഞാൻ ഇതിനകത്ത് എപ്പോഴും ഇതിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത്
ഈ സുനിയുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന ജിൻസൺ എന്ന് പറയുന്ന സഹതടവുകാരനാണ്. അവനാണ് ആദ്യം ഇത് പുറത്തേക്ക് പറയുന്നത്. ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, എനിക്ക് ചിലത് അറിയാമെന്ന് പറഞ്ഞ് പത്രത്തിൽ ചെറിയൊരു വാർത്ത വരിക. അതിനുശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് അമ്മയുടെ യോഗത്തിൽ നമ്മുടെ താരങ്ങളുടെ പൊട്ടിത്തെറിയും ബഹളത്തോടു കൂടിയാണ് പത്രക്കാരും മീഡിയ ഇത് ഏറ്റെടുക്കുക. പിന്നെ അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ പറഞ്ഞു പിന്നെ എന്താണ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഈ പോലീസിനകത്ത് തന്നെ അന്ന് സെൻകുമാറിൻ്റെ ആരോപണം വന്നു. ഇതിനകത്ത് ആവശ്യമില്ലാത്ത അന്വേഷണങ്ങളാണ്, 13 മണിക്കൂർ അന്വേഷണമല്ല, ഇതല്ല രീതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഇവർക്ക് പിന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അതല്ലാതെ ഇതെല്ലാം പോലീസിന്റെ മിടുക്കും സർക്കാരിന്റെ മിടുക്കുവാണെന്നൊന്നും പറയുന്നതിലൊന്നും ഒരർത്ഥമുണ്ടോ? പക്ഷേ ഇതിനകത്ത് ദിലീപിനെതിരായിട്ടുള്ള സാഹചര്യ തെളിവുകൾ കൃത്യമായിട്ട് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും. കാരണം ഇവിടെ ഈ വിഷയത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞ് ദിലീപ് പലരെയും ബന്ധപ്പെടുന്നുണ്ട്. പലരെയും ബന്ധപ്പെടുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ആ നിലയിലേക്ക് പോവുകയാണ്. ഇത് നേരിട്ട് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളല്ലാത്ത ആളുകളാണെങ്കിൽ പോലും പിന്നീട് ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിലോ ഈ കാര്യത്തിൽ പോലീസിനെ വഴിതെറ്റിക്കുന്നതിലോ അല്ലെങ്കിൽ ഇത് കൃത്രിമമായ ചില തെളിവുകൾ ഉണ്ടാക്കുന്നതിലോ ഒക്കെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ, പലതരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഇതിനും സാഹചര്യപരമായ തെളിവുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഈ പറയുന്ന അൻവർ സാദത്ത് MLA ചോദ്യം ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾ അവിടെ രാഷ്ട്രീയം കാണരുത്. കാണുകയാണെങ്കിൽ ഈ സാഹചര്യ തെളിവിലേക്ക് പോകുന്ന എല്ലാ കണ്ണികളെയും അതേ തുറന്ന മനസ്സോടെ സമീപിക്കണം. തയ്യാറാണോ? തീർച്ചയായിട്ടും. ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം MP-മാരും MLA-മാരുമായിട്ടൊരു 1/2 ഡസൻ ആളുകൾ ഇതിനകത്ത് പെട്ട് കിടക്കുക, നാറി വെളിയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയിൽ കിടക്കുക. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ MLA-യിലേക്കും ഒരു ചെളി തെറിപ്പിക്കാൻ പറ്റിയ അതിനവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ അൻവർ സാദത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ആലുവ ദേശത്താണ്. അവിടെയാണ് ഈ പറയുന്ന ദിലീപിൻ്റെ തറവാടും അവിടെയാണ്. അടുത്ത തന്നെ അയൽവക്കംകാരാണ് ഇവർ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദിലീപ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കുന്ന കാലം മുതൽ ഇവരെ ചെറുപ്പക്കാരാണ്, ഇവരടുത്ത സുഹൃത്തുക്കളാണ്. ഇദ്ദേഹത്തിന് മാത്രമല്ല, അവിടെയുള്ള പല നമ്മുടെ യുവജന നേതാക്കന്മാരൊക്കെ അന്ന് ഇവരെല്ലാം ഒന്നിച്ച് സുഹൃത്തുക്കളായി നടക്കുന്നതാണ്. ഇപ്പോഴാണ് ദിലീപ് വേറൊരു വീട് വെച്ച് മാറിയത്. അൻവർ സാദത്ത് അവിടെ MLA ആകുന്നു. അൻവർ സാദത്തും ഈ ദിലീപും കുടുംബ സുഹൃത്തുക്കളാണ്. ഇതൊക്കെ ശരി. പക്ഷേ അല്ലല്ല, പോലീസ് സംശയിക്കുന്നത് ഈ സൗഹൃദത്തെയോ ഈ ഒരേ നാട്ടുകാരായിരിക്കുന്നതിനെയോ കളിച്ചു വളർന്നതിനെയോ ഒന്നുമല്ല. ഒരു പ്രത്യേക കാര്യം നടന്നിരിക്കുന്നു, അതിനുശേഷം അസാധാരണമായി പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് പരിശോധിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആരെയൊക്കെ ഈ ദിലീപ് വിളിച്ചു അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സംഭവം ദിലീപിന്റെ പേരിൽ ആരോപണം. ഇതാണ് പ്രശ്നം. നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ തുറന്ന സമീപനം, എല്ലാം പരിശോധിക്കും, എല്ലാം അന്വേഷിക്കൂ എന്ന് പറയും. ചോദ്യം അതല്ല, എന്തിനാ വിളി? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഇതിൽ ഈ രൂപത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യ തെളിവുകളുണ്ട്. ആ പട്ടികയിലേക്ക് പോലീസ് എടുത്ത് വെക്കുകയാണ് ഈ ഫോൺ കോളും. അങ്ങനെയെങ്കിൽ അതിനെ ഒരു തെളിവ് മൂല്യമായി താങ്കൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അല്ല, തീർച്ചയായിട്ടും ഇതിന് ശേഷം ദിലീപ് സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഞാനവിടെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആ CPM-ന്റെ ഈ പെരിയാറിൻ്റെ തീരത്ത് മുള നടുന്ന പരിപാടി ദിലീപ് അവിടെ മുള നടന്ന് കണ്ടത്. സ്വാഭാവികമായിട്ടും രാജീവും വിളിച്ചിട്ടുണ്ടാവുമല്ലോ, ഇവരെല്ലാം വിളിച്ചിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ മുതലേ ദിലീപിൻ്റെ എല്ലാ ഫോൺ കോളുകളും പരിശോധിക്കുകയും ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടുന്നതിന് സഹായം തേടാൻ വേണ്ടിയാണോ എന്ന് അന്വേഷിക്കണം. പ്രശ്നം ശ്രീ വാഴക്കൻ, അൻവർ സാദത്തിന്റെ കാര്യം വരുമ്പോൾ എന്നാ രാജീവിനെയും കൂടെ പെടുത്തു എന്ന് പറയുന്ന ഞാൻ പറഞ്ഞത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ദിലീപ് അൻവർ. ഇവിടെ ഒരു നിമിഷം, ഇവിടെ PC ജോർജിന് എന്തായാലും ഇത് സുനി മാത്രമായി നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് വികസിക്കാത്ത ഒരു പോലീസ് കഥയായി തോന്നുന്നു. താങ്കൾക്ക് ഇത് CPM-ന്റെ അടക്കമുള്ള ജനപ്രതിനിധികളിലേക്ക് വരെ ഇതിന്റെ കണ്ണികളുണ്ട് എന്ന് സമ്മതിക്കാമെങ്കിലും അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾപ്പെട്ടവരുടെ എല്ലാം ബന്ധം സൗഹൃദമാണ്, നാട്ടുവർത്തമാനം പറച്ചിലാണ്, ഒരുമിച്ചുള്ള കളിച്ചു വളരലാണ്, ഇതൊക്കെയാണ്. അല്ല, ഞാൻ അൻവർ സാദത്തിനെ കുറിച്ച് അവസാന വാക്ക് പറയാൻ ഞാൻ ആളല്ല. അത് അൻവർ സാദത്ത് പറയേണ്ടതാണ്. അൻവർ സാദത്തും 6 MLA-മാരും രാജ്യത്തിന് വെളിയിലാണ്. അവർ മലയാളി സമ്മേളനത്തിന് പോയിരിക്കുകയാണ്. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വാഴക്കൻ സാദത്തുമായി സംസാരിച്ചു എന്നാണ്. സാദത്തിനോട് ഇന്ന് രാവിലെ ഈ ചാനൽ ചർച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ സാദത്തിൻ്റെ പേര് പല ചാനലുകളിൽ എഴുതി കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സാദത്തിൻ്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവിടെ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദേശത്താണ് ഞങ്ങളുടെ വീട്, ചെറുപ്പം മുതലേ ഞങ്ങൾ കമ്പനിയാണ്, ഇപ്പോൾ അയാൾ വേറെ താമസിക്കുന്നത്, ഞാൻ അവിടെ അയാളുടെ MLA ആണ്, അയാളെൻ്റെ വോട്ടറുമാണ്, വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ.
ഈ സുനിയോട് ഞാൻ ചോദിച്ചു, സുനിയോട് വല്ല സംസാരിക്കുമെന്ന്. ഞാൻ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഞാനല്ല അവസാന വാക്ക് പറയേണ്ടത്. തീർച്ചയായിട്ടും കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദിലീപിൻ്റെ പേരിങ്ങനെ ഓൺലൈൻ പത്രങ്ങളിലും ഈ അന്തരീക്ഷത്തിൽ വരികയല്ലേ. സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളാം ഇടകളിയെ എന്താ ഈ കാര്യം എന്ന് ചോദിക്കുകയല്ലേ. ഇങ്ങനെ കേൾക്കുന്നുള്ളൂ, എന്തായി വല്ല പ്രശ്നം വല്ലതും ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുകയല്ലേ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നടുത്ത് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ അയാൾ ഇത് ഇങ്ങനെ ഇല്ല എന്നാണ്. ഇപ്പം മമ്മൂട്ടി ചോദിച്ചിട്ടില്ലേ, അമ്മയുടെ ഇന്നസെന്റ് ചോദിച്ചിട്ടില്ലേ, ഇവരെല്ലാവരും ചോദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ പോലീസ് ചോദ്യം ചെയ്യാനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത് പിന്നെ മറ്റവരെല്ലാവരും ഉണ്ടല്ലോ. 2 MLA ഒരു MP ഒക്കെ കിടക്കുകയല്ലേ അതിൻ്റെ അകത്ത്. മമ്മൂട്ടിയുടെ വീട്ടിലല്ലേ ഈ പറയുന്ന പ്രമാണിമാരെല്ലാവരും കൂടെ കൂടിയത്. എന്നിട്ടല്ലേ മമ്മൂട്ടി അകത്തേക്ക് വിളിച്ച് ദിലീപിനോട് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നത് വെളിയിൽ വന്നിരിക്കുന്നത്. നീ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയുന്നത്. ആ ചോദ്യത്തിന് ശേഷം അതിനൊക്കെ ശേഷമല്ലേ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ഇല്ല, ഒരു കുഴപ്പവുമില്ല, ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. CPM-ൻ്റെ അമ്മയുടെ നേതൃത്വം എന്താ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുക പൂർണ്ണമായിട്ടും. ഈ അമ്മയുടെ നേതൃത്വത്തിൽ ഞാൻ ചോദിക്കട്ടെ, അമ്മ ഇതുപോലെ താരങ്ങളോടെല്ലാം ഒരേ അനുഭവമാണ് പ്രകടിപ്പിക്കുന്നത് എങ്കിൽ ഈ പത്തനാപുരത്ത് ഗണേശനും ജഗദീഷുമായിട്ടല്ലേ മത്സരിച്ചത്. ജഗദീഷ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഗണേശനേക്കാൾ പ്രധാനപ്പെട്ട നടനാണ്. എന്നിട്ട് എല്ലാ അമ്മയുടെ താരങ്ങളും പോയിട്ട് ഗണേശന് വേണ്ടിയല്ലേ സംസാരിക്കാൻ പോയത്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമാണ്. മുകേഷിന് വേണ്ടിയിട്ട് ദിലീപും പോയല്ലോ. അമ്മയുടെ ഒരു വാദഗതി വെച്ചാണെങ്കിൽ രണ്ടും അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മക്കളാണല്ലോ രണ്ടും. എന്നിട്ട് തന്നെ ഒരു മോനെ മാത്രം നോക്കാൻ നടന്നത്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമാണ്. നമ്മുടെ മുകേഷിനെ ഇപ്പം ദിലീപിനും ആരാണ്ട് ഇന്നലെ പറയുന്നത് ദിലീപ് കോൺഗ്രസ് ആണ്. പക്ഷെ ദിലീപ് അൻവർ സാദത്തിന് വേണ്ടി ഓരോ ഘട്ടത്തിലും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലേ? അത് ആ നിയോജക മണ്ഡലത്തിലെ കാര്യമാണ്. ഒരു വാദവും കൂടെ അംഗീകരിക്കാം, സാദത്ത് സിനിമാ നടനല്ല, അമ്മയുടെ മകനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പത്തനാപുരത്ത് അങ്ങനെയല്ല കണ്ടത്. പത്തനാപുരത്തും അങ്ങനെയല്ലായിരുന്നു. കൊല്ലത്തും മുകേഷിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിച്ചത്. ശരി, ഞാൻ ഇന്നസെന്റിന് വേണ്ടി മത്സരിച്ചു. ഇന്നസെന്റിനെതിരെ PC ചാക്കോയെ മത്സരിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ MA നിഷാദ്, ഈ കൂക്കുവിളി ദിലീപിനോട് മാത്രമുള്ള കേരള ജനതയുടെ പ്രതിഷേധമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഒരു ദുഷ്പ്രവണത ദിലീപിലൂടെ നമുക്കാർക്കും സ്വീകാര്യമാകാത്ത അങ്ങേയറ്റം നീചമായൊരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ നീചമായ തലം മാത്രം സിനിമയിൽ പെട്ടെന്ന് ദിലീപിലൂടെ ഉണ്ടായി, ദിലീപിലൂടെ അത് അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനം ദിലീപിനോട് മാത്രമുള്ള ഒരു വിരോധ പ്രകടനമായിട്ടാണോ ഇതിനെ കാണുന്നത്? ഇപ്പോൾ നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അമ്മ എത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അമ്മ എങ്ങനെയാണ് പക്ഷപാതപരമായി ഈ വിഷയത്തെ സമീപിച്ചത് എന്ന വിമർശനം ഉയരുന്നുണ്ട്. നമ്മേക്കാൾ നന്നായി ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് പൊതുജനം. കാരണം നമ്മേക്കാൾ ആർജവത്തോടെ ഈ വിഷയത്തിൽ അവർ പ്രതികരിക്കുകയാണ് ഓരോ നിമിഷവും. അങ്ങനെ വരുമ്പോൾ ഇതൊരു ദിലീപിലേക്ക് മാത്രമുള്ള പ്രതിഷേധമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ജോസഫ് വാഴക്കൻ, വളരെ ബാലിശമാണ് താങ്കൾ നിരത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. താങ്കളെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വളരെ മോശമാണ്. നിങ്ങൾ ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ കുറച്ച് നേരമായിട്ട് പറയുന്ന മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, ഇത് രാഷ്ട്രീയവൽക്കരിച്ചു, മറ്റേതാ മറിച്ചത്. കോൺഗ്രസ്സുകാരിൽ കലാകാരന്മാരില്ലാത്തത് ആരുടെയും കുഴപ്പമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കലാകാരന്മാർ കൂടുതൽ ഇടതുപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്നത് അവരുടെ കുഴപ്പമില്ല. അവരുടെ കയ്യിലിരിക്കുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. കലാകാരന്മാരില്ലാത്തത് കൊണ്ട് ജഗദീഷ് വലിയ നടന്നത് മറ്റേതാണ് മറിച്ചാണത് പറഞ്ഞ് ബാലിശമായി പോലീസിനെ കുറ്റപ്പെടുത്തുകയും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി വേണു ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. തീർച്ചയായിട്ടും ജനപ്രിയനായിരുന്ന ഒരു നടൻ, ആ നടൻ്റെ ഭാഗത്ത് ഇത് ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം കണ്ടപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ആ നടനെ നെഞ്ചിലേറ്റ് താലോലിച്ച പ്രേക്ഷകർ ഒന്നടങ്കം എതിരാവും എന്നുള്ളത് സത്യമാണ്. കാരണം ആക്രമിക്കപ്പെട്ട ഒരു സഹോദരി, അത് ഒരേ സംഘടനയിലുള്ളത്, ഒരേ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരേ മേഖലയിലുള്ളവർ, ആ കുട്ടിയോട് ചെയ്ത ഹീന പ്രവൃത്തിക്കെതിരായിട്ടുള്ള കൂക്കുവിളി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. സിനിമാ രംഗത്തോ അല്ലെങ്കിൽ മറ്റേത് രംഗത്തോ ഇതുപോലുള്ള ക്രിമിനലൈസേഷൻ ഉണ്ടെങ്കിൽ, ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെയുള്ളൊരു മുന്നറിയിപ്പാണ് പൊതുസമൂഹത്തിൻ്റെ ഈ കൂക്കുവിളി എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, നാം ഈ ദിലീപ് പൾസർ ബന്ധത്തെ പറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. എവിടെ നിന്നോ വരുന്ന ഒരു ഡ്രൈവർ, അയാൾക്ക് അങ്ങനെ ഇത്രയും അടുത്ത ബന്ധം വരുന്നു, പല ആളുകൾക്കൊപ്പം അയാൾ പ്രവർത്തിക്കുന്നു, പല ക്രിമിനൽ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നു, എന്നിട്ടും അവിടെ നിൽക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു കുഴപ്പക്കാരന് വരാൻ കഴിയുന്ന സംവിധാനമാണിത്. ഒരു കുഴപ്പക്കാരന് അവിടെ തന്നെ ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി കുഴപ്പം ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണിത്.
അതിനുശേഷം ആ കുഴപ്പക്കാരൻ അമ്മയുടെ മകനല്ലെങ്കിലും പരിരക്ഷ കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇതൊക്കെയാണ് നാം കണ്ടുവന്നത്. ഇതിൽ നിന്ന് ഭിന്നമായി ഇപ്പോൾ ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നു.